നമസ്കാരം. RVS മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് S3 2019 സിലബസുകാരുടെ 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ടൈലർ സീരീസ് മെക്ലോറിൻ സീരീസ് ആണ് കഴിഞ്ഞ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ലോറൻസ് സീരീസ് ആണ് ഈ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ലോറൻസ് സീരീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ 5th മോഡ്യൂൾ എന്തൊക്കെ ടോപ്പിക് ഉണ്ടെന്നും ലോറൻസ് സീരീസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ 5th മോഡ്യൂൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. 5th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ 4th മോഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. 4th മോഡ്യൂൾ നമ്മൾ ഏറ്റവും അവസാനം ടൈലേഴ്സ് ആൻഡ് മെക്ലോറിൻ സീരീസ് അല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്ന് നമ്മുടെ അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ലോറൻസ് സീരീസ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒരു മോഡ്യൂളായിട്ടായിരുന്നു പണ്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആ ടൈലർ സീരീസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ലോറൻസ് സീരീസ്. അപ്പോൾ ടൈലർ സീരീസ് നോക്കിയിട്ട് വേണം ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് കോംപ്ലക്സ് വേരിയബിൾ എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 4 മോഡ്യൂൾ പഠിക്കുന്നത് കോംപ്ലക്സ് വേരിയബിളാണ്. 3 മോഡ്യൂൾ പഠിച്ചതും കോംപ്ലക്സ് വേരിയബിളാണ്. അതിൽ 3rd മോഡ്യൂളിന് കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻസിയേഷൻ ആയിരുന്നുവെങ്കിൽ 4th മോഡ്യൂൾ കോംപ്ലക്സ് വേരിയബിൾ ഇൻ്റഗ്രേഷനാണ്. 5th മോഡ്യൂളിൻ്റെ പേരിൻ്റെ വ്യത്യാസം കോംപ്ലക്സ് വേരിയബിൾ തന്നെ റെസിഡ്യൂ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, അടുത്ത ടെക്സ്റ്റ് ബുക്ക് 2 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് 2 എന്ന് പറയുന്നത് എർവിൻ ക്രേസിക് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ്, എർവിൻ ക്രേസിക്കിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. അതിനകത്ത് സെക്ഷൻസ് 16.1, 16.2, 16.3, 16.4 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കിക്കേ എന്തൊക്കെ ടോപ്പിക്കെന്ന് നോക്കാം. ലോറൻസ് സീരീസ് വിത്തൗട്ട് പ്രൂഫ് ഫസ്റ്റ് ടോപ്പിക്ക്. ദെൻ സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്, സിംഗുലാരിറ്റീസ്, പോൾസ്, റിമൂവബിൾ സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റീസ്, ഇത്ര ഒരു ടോപ്പിക്കാണ് കേട്ടോ. അടുത്ത റെസിഡ്യൂസ്, കോഷീസ് റെസിഡ്യൂ തിയറം വിത്തൗട്ട് പ്രൂഫ്. ദെൻ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസിങ് റെസിഡ്യൂ തിയറം. ദെൻ റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ ഓഫ് റിയൽ ഇൻ്റഗ്രൽസ്. അതിനകത്തുള്ളത് ഇൻ്റഗ്രൽസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻ ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ, ഇൻ്റഗ്രൽസ് ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx വിത്ത് നോ പോൾസ് ഓൺ ദ റിയൽ ആക്സിസ്. ഇത്രയാണ് നമ്മുടെ സിലബസിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്കിതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോറൻസ് സീരീസ് ഒരു ടോപ്പിക്കായിട്ട് എടുക്കാം. ഈ സീറോസ് വന്നില്ലേ, സിംഗുലാരിറ്റീസും റെസിഡ്യൂസൊക്കെ, സീറോസും പോൾസൊക്കെ, അത് നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. പിന്നെ ഈ റെസിഡ്യൂ, കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതേപോലെ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞ് ഇത് യൂസ് ചെയ്തിട്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യുന്നത് നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. അപ്പോൾ 4ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ 4 ടോപ്പിക്കിനകത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം നമുക്ക് പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, പാർട്ട് ബിയിൽ 2 ചെയ്യാനുണ്ട്. 2 essay ക്വസ്റ്റ്യൻ എഴുതണം. 2 സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ അവിടെ എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മിക്കവാറും ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കും കവർ ചെയ്താൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും കഴിഞ്ഞ മോഡ്യൂളും 4th മോഡ്യൂളും 5th മോഡ്യൂളും 3rd മോഡ്യൂളിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ മോഡ്യൂൾസാണ്. 3rd മോഡ്യൂൾ നമുക്ക് ഒത്തിരി വലിയ മോഡ്യൂളായിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ലോറൻസ് സീരീസിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമ്മുടെ ലോറൻസ് സീരീസിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതിയിരിക്കുവാണ് എന്തുവാന്നൊക്കെ. അപ്പോൾ അതെന്താണെന്നൊന്ന് വായിച്ചു തരട്ടെ. Let C1 and C2 be 2 concentric circles with a center at Z0. C1 എന്നും C2 എന്നും പറയുന്ന 2 സർക്കിളാണ്, കോൺസെൻട്രിക് സർക്കിളാണ്. ഓക്കെ, ഇത് C1 ആണെങ്കിൽ അടുത്ത് C2 എന്ന് പറയുന്നത് ഇതാണെന്ന് വെച്ചോളൂ. 2 സർക്കിളാണ് നമ്മൾ വരച്ചിട്ട്, 2 കോൺസെൻട്രിക് സർക്കിളാണ്. എൻ്റെ സെൻറ്റർ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെൻറ്റർ അറ്റ് Z0. സെൻറ്റർ എന്ന് പറയുന്നത് Z0 ആണ്. ആൻഡ് റേഡിയസ് R1 ആൻഡ് R2. അപ്പോൾ നോക്കിക്കേ, ഈ C1ൻ്റെ റേഡിയസ് ആണ് R1. ഇതാണ് ഇപ്പോൾ C1 എന്ന് വിചാരിക്കുക, ഇതാണ് C2. അപ്പോൾ C1ൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ C2ൻ്റെ റേഡിയസ് എന്തുവാണ്, C2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ R2 R2 ലെസ് ദാൻ R1 എന്ന് എഴുതിയത് അല്ലേ. അപ്പോൾ C1 C2 എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിപ്പോയത് തിരിച്ച്. അപ്പോൾ നമുക്ക് ഇത് R2 എന്നും ഇതിനെ R1 എന്നും ആക്കാം. ഇത് C2, ഇത് C1. ഓക്കെ, R2 ഈസ് ലെസ് ദാൻ R1 എന്നോട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ R2 എന്നുള്ള റേഡിയസ് ചേർത്ത് R1 ആണ് വലുത്. അപ്പം C1 ഉം C2 എന്നും പറഞ്ഞ് നമ്മൾ 2 സർക്കിൾ വരച്ചു. അപ്പോൾ അകത്തുള്ള ആളാണ് C2, പുറത്തുള്ള ആളാണ് C1. C1ൻ്റെ റേഡിയസ് ആണ് R1, C2ൻ്റെ റേഡിയസ് ആണ് R2. ഈ 2 സർക്കിളും കൂടെ ഉണ്ടായ ഈ ഒരു റിംഗ് ഷേപ്ഡ് റീജിയൻ ഇല്ലേ, ഇതിനിടയ്ക്കുള്ള ഈ ഒരു റീജിയൻ, ഈ റിംഗ് ഷേപ്ഡ് റീജിയൻ, ഈ റീജിയനകത്തുള്ള കാര്യമാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഈ 2 സർക്കിളും കൂടെ ഉണ്ടായ ഈ റിംഗ് ഷേപ്ഡ് റീജിയൻ. ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ റിംഗ് ഷേപ്ഡ് റീജിയൻ ബൗണ്ടഡ് ബൈ C1 ആൻഡ് C2. ഈ C1 ഉം C2 കൂടെ ഉണ്ടായ ഈ റിംഗ് ഷേപ്ഡ് റീജിയൻ ഇടയ്ക്കുള്ള ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസഡ് എങ്കിൽ ഈ റീജിയനകത്തുള്ള ഏതൊരു പോയിന്റും അറ്റ് ഈച്ച് പോയിന്റ് ഇസഡ് ഇൻ ദിസ് റീജിയൻ എഫ് ഓഫ് ഇസഡ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ബൈ എഫ് ഓഫ് ഇസഡ്. നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. Okay, summation equal to 0 to infinity an into z minus z0 the whole power n plus summation equal to 1 to infinity bn into z minus z0 the whole raised to minus n. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും.
ഇതിൽ AN ഈ പാർട്ടിനെ പറയുന്നത് ആദ്യത്തെ AN ഉള്ള പാർട്ടിനെ പറയുന്ന അനലിറ്റിക് പാർട്ട് എന്നും BN എന്നുള്ള പാർട്ടിനെ ഈ പാർട്ടിനെ പറയുന്നത് പ്രിൻസിപ്പൽ പാർട്ട് എന്നാണ്. ഈ പാർട്ടിന് അനലിറ്റിക് പാർട്ട് എന്ന് പറയും. നിങ്ങൾക്ക് എങ്ങാനും വല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അങ്ങനത്തെ എക്സാംസ് ഒക്കെ എഴുതാൻ വരുമ്പം ചോദിച്ചാൽ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യം കൂടെ പറയുന്നത്. ഈ പാർട്ട് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ AN ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല 1/2πi integral over c f of z by z minus z naught the whole raised to n plus 1 dz. Bn is equal to 1/2πi integral over c f of z by z minus z naught the whole raised to minus n plus 1 dz. തീർന്നു ലോറൻസ് സീരീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഡെഫിനേഷൻ ഒന്നും വേണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഒരിക്കലും ഫോമുല വെച്ചിട്ടല്ലല്ലോ ടൈലേഴ്സും മെക്ലോറൻസും ഒക്കെ ചെയ്തത്. നമ്മൾ അല്ലാണ്ട് തന്നെ എവിടെയും പ്രോബ്ലം ചെയ്യാൻ പോകണം. ഈ റീജിയൻ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് പക്ഷേ എനിക്ക് ഈ ഫോമുല നിങ്ങൾക്ക് അറിയണം, ഒന്ന് കണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് സീറോസും സിംഗുലാരിറ്റീസ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നേരം പറയുമ്പം ലോറൻസ് സീരീസിൻ്റെ ഫോമുല എന്ന് പറഞ്ഞ് ഞാൻ എഴുതരാണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്. ഈ ഫോമുല വെച്ചിട്ടാണ് ഞാനിനി സിംഗുലാരിറ്റീസ് ഒക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോറൻസ് സീരീസിൻ്റെ ഫോമുല ഒന്ന് നോക്കി വെച്ചിരുന്നുള്ളൂ. നിങ്ങളൊരു കാര്യം മാത്രം ഓർത്താൽ മതി. ഈ Z-Z0 എന്നുള്ളത് ടൈലർ സീരീസിനകത്ത് വരാറുണ്ടല്ലോ. സർക്കിളിൻ്റെ സെൻറ്ററാണ് ആ സംഭവം Z0 സർക്കിൾ. അപ്പോൾ അങ്ങനത്തെ ടേമിലായിരിക്കും സീരീസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, Z-Z0 നെഗറ്റീവ് പവറും ഉണ്ട്. അപ്പോൾ ലോറൻസ് സീരീസ് എന്ന് പറയുമ്പോൾ ബോത്ത് പോസിറ്റീവ് പവർ മാത്രമല്ല നെഗറ്റീവ് പവർ ഉണ്ടായിരിക്കും. അതാണ് ലോറൻസ് സീരീസിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ലോറൻസ് സീരീസിനകത്ത് പോസിറ്റീവ് പവറും വരാം, നെഗറ്റീവ് പവറും കയറി വരാം. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് ആ നെഗറ്റീവ് എന്നുള്ള സൈൻ വെച്ചിട്ട് അതുമാണ് ആലോചിക്കേണ്ടത്. ടൈലർ സീരീസിനകത്ത് നമുക്ക് അങ്ങനത്തെ ടേംസ് ഒന്നും വന്നില്ല, എല്ലാം പോസിറ്റീവാണ്, ന്യൂമറേറ്ററിൽ നിൽക്കുന്ന രീതിയിലേ വന്നിട്ടുള്ളൂ, Z-Z0 എന്നുള്ള രീതിയിൽ. പക്ഷേ ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം ഡിനോമിനേറ്ററിലും വരും, അതേപോലെ തന്നെ ന്യൂമറേറ്ററിലും ടേംസ് വരണം നിർബന്ധമില്ല, ചില പ്രോബ്ലങ്ങളിലെല്ലാം വരാം. ഓക്കെ, അതാണ് രണ്ട് ടേം വന്നേക്കുന്നത്. നമുക്കിതിന് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിനകത്ത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യണം. നമ്മൾ ഫോമുല യൂസ് ചെയ്യേണ്ടതാണ് പ്രോബ്ലം ചെയ്യണത്. അതായത് ടൈലർ സീരീസിൽ നമ്മൾ ചെയ്ത എക്സ്പാൻഷൻ എല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അതേപോലെ ആ ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ യൂസ് ചെയ്താണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കോഷ്യസ് ഇൻ്റഗ്രലിൻ്റെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പാർഷ്യൽ ഫ്രാക്ഷൻ ആവശ്യമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നതാണ് ഈ നോട്ട്. അപ്പം ഒന്ന് ശ്രദ്ധിച്ചു, നമ്മളിപ്പം ലോറൻസ് സീരീസിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോകുമ്പം നമുക്ക് ചില കേസിലേക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, 1/2 ഫാക്ടർ ഉണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് a/z - a പ്ലസ് b/z - b. അതിപ്പോൾ രണ്ടെണ്ണം അല്ല, രണ്ട് കൂടുതൽ വന്നാലും പ്ലസ് c/z - c എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഫാക്ടറിനും ഓരോ ടേം എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഡിനോമിനേറ്ററിൽ പവർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ z - a ഹോൾ ക്യൂബ് ഉള്ളത് കാരണം 3 ടേം എഴുതേണ്ടി വരും. a/z - a പ്ലസ് b/z - a ഹോൾ സ്ക്വയർ പ്ലസ് c/z - a ഹോൾ ക്യൂബ്. പിന്നെ ഒരു ഫാക്ടർ കൂടെ ഉള്ളതുകൊണ്ടാണ് d/z - b എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു, ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ z² പ്ലസ് a എന്നുള്ള ഫോമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് az പ്ലസ് b എന്നുള്ള ഫോമിൽ എഴുതണം. z² പ്ലസ് a ഡിനോമിനേറ്റർ വന്ന കാരണം ന്യൂമറേറ്റർ az പ്ലസ് b എന്നുള്ള ഫോം. ഓക്കെ, പ്ലസ് c/z പ്ലസ് b. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തുവാണ് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ 3 കേസ് നമുക്ക് വരാറുള്ളത്. ഇനി ഇവിടെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, പാർഷ്യൽ ഫ്രാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇഫ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. സെയിം വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഡിനോമിനേറ്ററിൽ z - a ഇൻറ്റു z - bയും ന്യൂമറേറ്ററിൽ z² പ്ലസ് a എന്നും കിടക്കുവാന്ന് വയ്ക്കുക. അപ്പം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും 2 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും 2 ആണ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് z² പ്ലസ് a ബൈ z പ്ലസ് a ഇൻറ്റു z മൈനസ് a എന്ന് കിടന്നാൽ, അല്ലെങ്കിൽ z പ്ലസ് a ഇൻറ്റു z മൈനസ് b എന്ന് ക്വസ്റ്റ്യൻ കിടക്കുവാണെങ്കിൽ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ബൈ z² വരിക, ന്യൂമറേറ്ററിൽ z² വരിക. അപ്പോൾ ഡിഗ്രി രണ്ടിടത്തും സെയിം ആവും. അപ്പോൾ ആ കേസിനും പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിന് ഇതിനെ ഡിവൈഡ് ചെയ്യണം, z² പ്ലസ് a ബൈ ഈ ഡിനോമിനേറ്ററിൽ വന്ന ഈ ഫാക്ടറിനെ z² പ്ലസ് a പ്ലസ് b എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ക്യൂബ് പ്ലസ് r/d എന്നുള്ള ഫോമിലാക്കിയിട്ടും പിന്നെ അവിടെ r/d എന്നുള്ള സാധനത്തിന് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ, ഞാൻ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമിലേക്കകത്ത് ഈ സ്റ്റെപ്പ് ഓർമ്മിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലോറൻസ് സീരീസ് വന്നാൽ നമുക്ക് അവിടെ ഇത് വേണ്ടി വരും എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിവിടെ ഓർത്തോളൂ. ലോറൻസ് സീരീസിനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാർഷ്യൽ ഫ്രാക്ഷൻ എപ്പോഴേ പറ്റത്തുള്ളൂ, ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഷുഡ് ബി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഒരു ഡിഗ്രിയെങ്കിലും കുറഞ്ഞിരിക്കണം. സെയിം വന്നാൽ പോലും പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് സെയിം അല്ലാത്ത ഫോമിൽ ഇതുപോലെ q പ്ലസ് r/d എന്നുള്ള രീതിയിൽ, അതായത് കോഷ്യൻ പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അത് മനസ്സിലായാലും കുഴപ്പമില്ല, ഞാൻ പ്രോബ്ലത്തിനകത്ത് അത് പറഞ്ഞു തന്നോളാം. പക്ഷേ പാർഷ്യൽ ഫ്രാക്ഷൻ ഈ മെത്തേഡ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വരാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ലോറൻസ് സീരീസ് യൂസ് ചെയ്യാനൊന്നും അവർ പറയുന്നില്ല. എക്സ്പാൻഡ് f of z is equal to 1/z - 1 into z - 2 in
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ലെസ് ദാൻ 1, അടുത്ത ക്വസ്റ്റ്യൻ 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2, ദെൻ 0 ലെസ് ദാൻ മോഡ് സെറ്റ് -1 ലെസ് ദാൻ 1. നമ്മുടെ എല്ലാ കേസും ഇതിനകത്ത് വരും കേട്ടോ. ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ റീജിയൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, പോയിന്റ് അല്ല. ടൈലർ സീരീസ് ഓർമ്മയുണ്ടോ? പോയിന്റ് തന്നിട്ട് റീജിയൻ, നമ്മൾ ഇങ്ങനത്തെ റീജിയൻ നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ റീജിയൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുവാണ് മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 അതിൻ്റെ റേഡിയസ് 1 ഉള്ള സർക്കിളിനകത്ത് ഇയാളെ എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം റേഡിയസ് ഉള്ള രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്ക് ഉള്ള റീജിയനിൽ, അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇത് ലോറൻസ് സീരീസ് ആണ്. ആ രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്കല്ല ലോറൻസ് സീരീസ് പറയണേ. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാലും എന്തുവാണ് എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ, ഇസെറ്റ് എന്ന് പറയുന്ന എന്താ സെൻറ്റർ 0 0 റേഡിയസ് 2 ഉള്ള സർക്കിളിൻ്റെ പുറത്ത് എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ടൈലർ സീരീസുമായിട്ട് ആലോചിച്ച് നോക്കുവാണെങ്കിൽ ഈ തന്നിരിക്കുന്ന റീജിയൻ ആണെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. പോയിന്റിൽ തന്നിരിക്കുന്ന റീജിയനാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. നമ്മൾ ഫോമുല എന്നല്ല യൂസ് ചെയ്യണേ. നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഡിനോമിനേറ്ററിൽ ഒരു ഫാക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, ഒന്നിൽ കൂടുതൽ ഫാക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുക, ഞാൻ എന്താ പറഞ്ഞത്? പാർഷ്യൽ ഫ്രാക്ഷൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെക്കാളും ഡിഗ്രി കുറഞ്ഞിരിക്കണം. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? 1 ആണ്. അപ്പോൾ 1ൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇസെറ്റ് എന്ന് പറഞ്ഞ ടേം ഇല്ല, അതായത് ഇസെറ്റിൻ്റെ പവർ 0 ആയിപ്പോയി, അതുകൊണ്ടാണ് ഇസെറ്റിൻ്റെ ടേം ഇല്ലാത്തത്. അപ്പോൾ അവിടുത്തെ ഡിഗ്രി 0. ഡിനോമിനേറ്ററിലാണെങ്കിലോ ഇസെറ്റ് ഇൻറ്റു ഇസെറ്റ് എന്ന് പറഞ്ഞാൽ ഇസെറ്റ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ഡിഗ്രി വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഡിഗ്രി 2, ന്യൂമറേറ്ററിനെക്കാളും ഡിഗ്രി ഡിനോമിനേറ്ററിന് കൂടുതലാണ്. ദെയർഫോർ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1/z -1 ഇൻറ്റു z -2നെ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യും? a/z -1 പ്ലസ് b/z -2. നമ്മൾ ഒത്തിരി ചെയ്തതാണല്ലേ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമിലേക്കകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈൻ്റെ അടുത്ത് 1 = a ഇൻറ്റു, അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്, ഇവിടുത്തെ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടർ z -1 ആണ്. സോ ഇവിടെയുള്ള z -1 പോയിട്ട് ബാക്കി ഇവിടെ എന്ത് മാത്രമല്ല z -2. അപ്പോൾ അതാണ് എയുടെ കൂടെ വരുന്നത്, a ഇൻറ്റു z -2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ 2 ഫാക്ടർ ഉണ്ട് ന്യൂമറേറ്റർ വരും. അപ്പോൾ താഴെയുള്ള ആ ഫാക്ടർ ക്യാൻസലായി പോയിട്ട് ബാക്കിയുള്ള ആൾ പ്ലസ് b ഇൻറ്റു, ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നത് z -2. സോ ഇവിടുത്തെ z -2 ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തേ വരിക? b ഇൻറ്റു z -1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമുക്ക് എന്താ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ട് z z നമ്മൾ എന്ത് കൊടുക്കുവാണ്? 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഈ പാർട്ട് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഈ പാർട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ 1 = 2 - 1 എന്ന് പറയുന്നത് b ആവും. അടുത്ത പുട്ട് z 1 കൊടുക്കുവാണ്. z-ന് 1 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെ കിട്ടും 1 = a ഇൻറ്റു 1 - 2. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താ? -1. സോ a = -1 എന്ന് കിട്ടി. അപ്പോൾ a = -1 എന്നും കിട്ടി, b = 1 എന്നും കിട്ടി. നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയാളെ കൊണ്ട് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇതിനകത്ത് എയുടെയും ബിയുടെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/z -1 ഇൻറ്റു z -2 = എയുടെ സ്ഥാനത്ത് -1/z -1ഉം ബിയുടെ സ്ഥാനത്ത് എന്തായി? 1/z -2 എന്ന് നമ്മൾ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തി. ആദ്യത്തെ പണി കഴിഞ്ഞ് നമുക്കൊരു മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട? ഈ തന്നിരിക്കുന്ന ഓരോ റീജിയനിലും ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്തെടുക്കണം. അതായത് ഈ സീരീസിനെ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യണം. അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ എപ്പോഴും ഒരു സീരീസ് എക്സ്പാൻഡ് ആകുമ്പോൾ ടൈലർ സീരീസിലെ ഒരു സീരീസ് എക്സ്പാൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത്? ആ സീരീസിൻ്റെ എല്ലാ ടേമിലും റിപ്പീറ്റ് ചെയ്തിരുന്ന ഫംഗ്ഷനെ ലെസ്-ദാൻ-1 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? അവിടുത്തെ റീജിയൻ എഴുതിയിരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം എടുത്തിട്ട് അത് ഇവിടെ നോക്കിക്കേ. ഈ പ്രോബ്ലത്തിനാണെങ്കിൽ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് വന്നത് z -1/3 z -1/3 ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. സോ മോഡുലസ് ഓഫ് z -1/3 ലെസ്-ദാൻ-1 എന്നുള്ള രീതിയിലാണ് റീജിയൻ എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ടേം ലെസ്-ദാൻ എന്നുള്ള രീതിയിൽ റീജിയൻ നമ്മൾ എപ്പോഴും എഴുതാറ്. പിന്നെയാണ് ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മളെപ്പോഴും ഈ ലെസ്-ദാൻ്റെ ഇപ്പുറത്ത് എന്താ വരേണ്ടത്? 1 വരണം എന്നുള്ള രീതിയിലാണ് ഈ തന്നിരിക്കുന്ന റീജിയനെ അറേഞ്ച് ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്താലേ നമുക്ക് ഇതേപോലെ സീരീസ് എഴുതാൻ പറ്റുള്ളൂ. പറഞ്ഞ ഓർമ്മയുണ്ടോ? മനസ്സിലായിരുന്നോ? എന്താ നമ്മൾ ടൈലർ സീരീസ് എഴുതിയപ്പോൾ എന്താ ഇവിടെ ഓരോ ടേം, ഏത് ടേം ആണോ റിപ്പീറ്റ് ചെയ്തത് അയാൾ ലെസ്-ദാൻ-1 എന്നാണ് റീജിയൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ ഈ തന്നിരിക്കുന്ന റീജിയനെല്ലാം ലെസ്-ദാൻ-1, ഇപ്പുറത്തെ സൈഡ് 1 എന്നുള്ള രീതിയിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ ടേം എങ്ങനെ എക്സ്പാൻഡ്, ഏത് ടേമിലാണ് വരണം, ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം ഇവിടെ വരേണ്ട ടേം ഏതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി, എന്ത് റീജിയൻ തന്നാലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലെസ്-ദാൻ-1 എന്നുള്ള ഫോമിലാക്കും. ഈ ഗ്രേറ്റർ ദാൻ തുറന്ന് വെച്ചേക്കുന്ന റീജിയൻ്റെ ഇപ്പുറത്തെ സൈഡ് 1 വരാവും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത്
നമുക്ക് വലിയ ജോലിയൊന്നും ഇല്ല. അവിടെ അവർ മോഡ് സെറ്റ് ലെസ് ദാൻ ഉണ്ടെന്ന് ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള പോലെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗത്ത് 1 ആണ്. ഈ ലെസ് ദാൻ്റെ നേരെയാണ് ഇസഡിൻ്റെ സൈഡ് നിൽക്കുന്നത്. അതെപ്പോഴും ഇങ്ങനെ വേണം ഈ റീജിയൻ അറേഞ്ച് ചെയ്യാനേ. ഈ ലെസ് ദാൻ പോയിന്റ് വരുന്നതിൻ്റെ നേരെയാണ് ഇസഡിൻ്റെ ടേം നിൽക്കേണ്ടത്. ഈ തുറന്നിട്ട് ഈ ഗ്രേറ്റർ ദാൻ്റെ ആ വലിയ ഭാഗം വരുന്നില്ല, ആ സൈഡിൽ 1 വരാവും. ഈ തരത്തിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലൊന്ന് ഓർത്താൽ മതി. ഈ ഇവിടുത്തെ ഇസഡിനെല്ലാം ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ 1/z minus 1 into z minus 2 is equal to minus 1/z minus 1 plus 1/z minus 2 എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ലെസ് ദാൻ്റെ നേരെ ഇവിടെ ഇസഡല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എനിക്ക് ബൈനോമിയൽ എക്സ്പാൻഷനാണ് യൂസ് ചെയ്യണമെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 + x⁻⁻1 എന്നോ അല്ലെങ്കിൽ 1 - x⁻⁻1 എന്നുള്ള ഫോമിലല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് 1+ അല്ലെങ്കിൽ 1- എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്? -1 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? 1 - z എന്ന് വരും. ഈ മൈനസ് പുറത്തെടുക്കുമ്പം ഇവിടെ പ്ലസ് ആവും, ഇസഡിന് ഫ്രണ്ടിൽ മൈനസ് വരും. അതായത് ഞാൻ 1 - z എന്ന് എഴുതി. അതേപോലെ ഈ രണ്ടാമത്തെ ടേമിൽ ഇങ്ങനെ ആരെ പുറത്തേക്ക് എടുക്കും? -2നെ പുറത്തേക്ക് എടുക്കും. -2നെ പുറത്തേക്ക് എടുക്കുമ്പം ഇത് -z/2 -2 എന്നുള്ളത് +1 എന്ന് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ -1 1 കൂടെ +1 ആകത്തില്ലേ? ഈ 1 - z ന്യൂമറേറ്ററിലേക്ക് പോകുമ്പം 1 - z the whole raised to -1 എന്നാവും. അടുത്ത ടേം ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ -1/2 ഇൻറ്റു ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും 1 ആദ്യം എഴുതുക അല്ലേ? അപ്പോൾ 1 - z/2 the whole raised to -1. നമുക്കറിയാമല്ലോ 1 + x⁻² അല്ലെങ്കിൽ 1 - x⁻1ൻ്റെ എക്സ്പാൻഷൻ എന്തുവാ? 1 - x⁻1 is equal to 1 + x + x² + x³ + etc. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്ത് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു 1 - z എക്സ്പാൻഷനാണ് 1 + z + z² + z³ + etc. -1/2 ഇൻറ്റു 1 - z/2ൻ്റെ എക്സ്പാൻഷൻ 1 + z/2 + z/2 the whole square plus z/2 the whole cube plus etc. എന്നുള്ള ഫോമിൽ വന്നു. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട, ഇത് തന്നെ നമ്മുടെ ആൻസർ. ഇവിടെ വെച്ച് അങ്ങ് നിർത്തിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യേണ്ട ഇങ്ങനെ റീജിയൻ അറേഞ്ച് ചെയ്യേണ്ട ഗ്രേറ്റർ ദാൻ്റെ നേരെ 1 നിൽക്കണം, ലെസ് ദാൻ്റെ നേരെ z നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസഡ് ന്യൂമറേറ്റർ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കും. ഇത് ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് രണ്ടിടത്തു നിന്നും കോൺസ്റ്റൻ്റ് ആണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. ഇവിടുന്ന് -1 പുറത്തേക്ക് എടുത്തു, ഇവിടുന്ന് -2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുമ്പം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ലെസ് ദാൻ്റെ നേരെ ഇസഡ് വരുന്ന രീതിയിലും ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗത്ത് 1 വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെസ് ദാൻ പോയിന്റ് നിൽക്കുന്നില്ല, അതിൻ്റെ നേരെ ഇസഡ് ന്യൂമറേറ്ററിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് കോൺസ്റ്റൻറ്റിനെയാണ്. ഈ ഡിനോമിനേറ്ററിൽ നിന്നും കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കണം. സപ്പോസ് 1/z എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞ പോയിന്റ് നേരെ 1/z എന്നാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ ടേം 1/z വരാൻ കാരണമായി ഇവിടുത്തെ ആ ഫംഗ്ഷനിന് z പുറത്തെടുക്കണം. ഡിനോമിനേറ്ററിൽ z നിന്നാൽ z പുറത്തേക്ക് എടുക്കുക, ന്യൂമറേറ്ററിലാണ് z നിൽക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. ഇത് ഇങ്ങനെ ഒരു റൂളൊന്നും അല്ല, പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ സൈഡിൽ അതിങ്ങനെ എഴുതി വെച്ചിരുന്നാൽ മതി. അപ്പോൾ മോഡ് z ലെസ് ദാൻ a എന്നുള്ള ഫോം, മോഡ് z ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ z ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കും. ഇനി z ഡിനോമിനേറ്റർ 1/z എന്നുള്ള ഫോമിലാണ്, ഡിനോമിനേറ്ററിലാണ് z വരുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നത് ഇസഡിൻ്റെ ടേമിനെയാണ്. ഈ രണ്ടിടത്തുനിന്ന് ഇസഡിൻ്റെ ടേമിനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ഇത് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നെയാണ്. മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും മനസ്സിലാവുകയെ. അപ്പോൾ ഇത് ഇനി മനസ്സിലാവില്ല, 2-3 പ്രാവശ്യം കേട്ട് നോക്കിയിട്ട് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് കളഞ്ഞിരിക്കണം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതേ കാര്യം പറഞ്ഞുതരും. അപ്പോൾ ഇത് മനസ്സിലാവണുണ്ടോ എന്ന് നോക്കുക, കൺഫ്യൂഷൻ ആവണോ അതോ മനസ്സിലാവണോ, എന്നിട്ട് വീണ്ടും ഇത് വന്ന് കേട്ട് നോക്കുക എന്താ ഈ പറഞ്ഞ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തതിലോട്ട് പോവാന്നേ. അടുത്തെന്തായാലും നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 എന്നാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു റീജിയനെ എപ്പോഴും എങ്ങനെ നിർത്തണം, മോഡ് z ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ അറേഞ്ച് ചെയ്യണം. പക്ഷേ ഇവിടെ രണ്ടെണ്ണം നിൽക്കില്ലേ, 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 എന്ന്. നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ എഴുതാം, 1 ലെസ് ദാൻ മോഡ് z എന്ന് എഴുതാം, പിന്നെ അടുത്ത രണ്ടാമത്തെ പാർട്ടിന് എങ്ങനെ എഴുതാം, മോഡ് z ലെസ് ദാൻ 2 എന്ന് എഴുതാം. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കണം നമുക്ക് ലെസ് ദാൻ്റെ നേരെ z വരണം, പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നിൽക്കുന്ന ആ തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗത്ത് 1 ആ വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ആദ്യത്തെ കേസിൽ ലെസ് ദാൻ്റെ നേരെ 1 ആണ് നിൽക്കുന്നത്, ഗ്രേറ്റർ ദാൻ തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗത്ത് z ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ z-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഈ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതെങ്ങനെ വരും, 1/mod z ലെസ് ദാൻ 1. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള പോലെ ലെസ് ദാൻ പോയിന്റ് നിന്നതിൻ്റെ നേരെ ഇസഡിൻ്റെ ടേം വന്നു. ഈ ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗം എന്ന് ഞാൻ പറയുന്ന ഭാഗത്ത് 1 വന്നു. ഓക്കെ,
അതേപോലെ ഇവിടെ നോക്കിക്കേ മോഡ് സെറ്റ് ലെസ് ദാൻ 2 എന്നുള്ളത് ലെസ് ദാൻ്റെ നേരെ ഇസഡ് വന്ന് ഓക്കെയാണ്, ബട്ട് ഗ്രേറ്റർ ദാൻ്റെ നേരെ വന്നിരിക്കുന്ന 2 ആണ്. അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം, ഇവിടെ 1 വരണം. അപ്പോൾ ഇവിടെ 1 വരാനായിട്ട് എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് 2 ഡിവൈഡ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ 2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ മോഡ് സെറ്റ് ബൈ 2 ലെസ് ദാൻ 1. ഇപ്പോഴാണ് എനിക്ക് റീജിയൻ ആവശ്യമുള്ള രീതിയിലേക്ക് ആയത്. ഒരിടത്ത് പക്ഷേ ഇസഡ് ന്യൂമറേറ്ററിലും മറ്റിടത്ത് ഇസഡ് ഡിനോമിനേറ്ററിലാണ് വന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ അന്ന് ചെയ്ത് നോക്കാം. 1/z-1 ഇൻറ്റു z-2 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, മൈനസ് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, 1/z എന്നുള്ളതും 1/എന്തായിരുന്നു 1 - z അടുത്താണെങ്കിൽ -1/2 ഇൻറ്റു +1 ആയതല്ലേ, +1/z-2. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ടേം വന്നിരിക്കുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നിർത്തിയേക്കുന്നത് -1/z-1 ഇവിടെയാണ് പ്ലസ്. അപ്പുറത്ത് മറിച്ച് വെക്കാൻ മടി കാണിച്ചുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ എന്തുവരെ നമുക്ക് -1/1 - z ഇപ്പോഴത്തെ ടേം ആണെങ്കിൽ 1/z-2 ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയേക്കണം. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ഒരിടത്ത് 1/mod z മറ്റിടത്ത് mod z/2. ഇനി നിങ്ങൾ ഇന്നെ ആലോചിക്കുക, ഇവിടെ എവിടെയാണ് 1/z വരാൻ ചാൻസ്, ഏതിലാണ് z-നെ പുറത്തെടുക്കേണ്ടത്, ഏതിലാണ് 2-നെ പുറത്തെടുക്കേണ്ടത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, നമ്മുടെ റീജിയനകത്ത് ഇസഡ് ഡിനോമിനേറ്റർ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനകത്ത് നിന്ന് ഇസഡ് പുറത്തേക്ക് എടുക്കണം. ഇസഡ് ന്യൂമറേറ്റർ നിൽക്കുന്ന കേസിൽ ആ ഫംഗ്ഷനകത്ത് നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഏതാ പുറത്തെടുക്കേണ്ടത്, കോൺസ്റ്റൻ്റ് ആണോ ഇസഡ് ആണോ പുറത്തെടുക്കേണ്ടത്? ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടുന്ന് കോൺസ്റ്റൻറ്റ് 1 പുറത്തേക്ക് എടുത്തു എന്ന് വെച്ചോളൂ. ഈ 1/z ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ -2 പുറത്തേക്ക് എടുത്ത്, അല്ലെങ്കിൽ ഇസഡ് പുറത്തേക്ക് എടുത്താൽ 2/z ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഈ ടേം ഉണ്ടാകത്തില്ല. ഈ ടേം ഉണ്ടാവാനായിട്ട് ഈ ഒരു 1/mod z ഉണ്ടാകാനായിട്ട് ഈ ഫസ്റ്റ് ടേമിനെ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആരെ പുറത്തേക്ക് എടുക്കണം, 1/z-നെ പുറത്തെടുക്കണം. -1 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ ആ -z-നെ പുറത്തേക്ക് എടുത്തു. -z പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതെങ്ങനെയായി മാറും, ഈ 1 എന്നുള്ളത് -1/z എന്നാവും, -z എന്നുള്ളത് +1 എന്നാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുക, ഇവിടെ ഡിനോമിനേറ്ററിൽ z ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ 1/z ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഫംഗ്ഷനിനാണ്. സോ ഞാൻ ഇവിടെ നിന്ന് ആരെ പുറത്തേക്ക് എടുത്തു, 1/z-നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത ടേമിലാണെങ്കിൽ എനിക്ക് ആരെയാണ് പുറത്തെടുക്കേണ്ടത്, അവിടെ z-2 ഉള്ളത്. നിങ്ങൾക്ക് 2 ഉള്ള ഫംഗ്ഷൻ ഇവിടെ ഇതിനകത്ത് ആര് z എവിടെയാണ് നിൽക്കുന്നത്, ഡിനോമിനേറ്ററിലാണോ നിൽക്കുന്നത്, അല്ല z ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ആരെയാണ് പുറത്തെടുക്കേണ്ടത്, കോൺസ്റ്റൻറ്റിനെയാണ് പുറത്തെടുക്കേണ്ടത്. z ന്യൂമറേറ്ററിൽ നിന്നാൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. സോ 1/ ഇവിടുന്ന് ആരെയാണ് കോൺസ്റ്റൻറ്റ്, -2-നെ പുറത്തേക്ക് എടുത്തു. -2 പുറത്തേക്ക് എടുക്കുമ്പം -z/2 +1 എന്ന് വരും. ഓക്കെ, so this is equal to ഈ മൈനസും കൂടെ പ്ലസ് ആവും, 1/z into 1 minus 1/z the whole raised to -1. അടുത്ത ടേം ആണെങ്കിലോ -1/2 into 1 minus z/2 the whole raised to -1. വേറെ ഒന്നും വേണ്ട, അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. that is equal to 1/z into 1 plus 1/z plus 1/z the whole square plus etc. -1/2 into 1 plus z/2 plus z/2 the whole square plus z/2 the whole cube plus etc. and answer right. Okay, അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നിർത്തിയാൽ മതി. ലോറൻസ് സീരീസ് ആക്കാനല്ലേ പറഞ്ഞുള്ളൂ, നമ്മൾ ലോറൻസ് സീരീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തീർന്നിട്ടുണ്ട്. ഈ 1 and 2 എന്നുള്ള റേഡിയസിനകത്ത് നമ്മൾ ആ സീരീസിനെ എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല. അവിടെ നമ്മൾ കോൺസ്റ്റൻറ്റിനെ രണ്ടിടത്തുനിന്നും പുറത്തേക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, ഇതുപോലെ അല്ലല്ലോ ഇവിടെ റീജിയൻ വന്നതെന്ന് ആലോചിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പറയുവാണ്, ഈ മോഡ് സെറ്റ് ലെസ് ദാൻ 1-നകത്തേ z/2 വരത്തുള്ളൂ. ഈ z/2 എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതല്ലേ. അപ്പോൾ ഈ ലെസ് ദാൻ 1 എന്നുള്ള റേഡിയസിനകത്ത് മാത്രമേ ഇയാൾ വരത്തുള്ളൂ. അപ്പോൾ ആ സർക്കിളിനകത്ത് തന്നെയാണ് ഈ ടേമും വരുന്നത്. കൂടുതൽ ആലോചിക്കേണ്ട, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമ്മൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 നമ്മുടെ മൂന്നാമത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2. ഞാൻ പറഞ്ഞു എന്താ വേണ്ടത്, നമുക്ക് എപ്പോഴും ലെസ് ദാൻ്റെ നേരെ ആരേ വരാമോ, മോഡ് സെറ്റ് വരാൻ പറ്റുള്ളൂ. ഗ്രേറ്റർ ദാൻ വളർന്നു വെച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് എന്ത് വരാം, 1 വരാം. സോ മോഡ് സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഗ്രേറ്റർ ദാൻ 2/mod z. ഇപ്പം നമുക്ക് ആവശ്യമുള്ള പോലെ അല്ലേ, അതായത് 2/mod z ലെസ് ദാൻ 1. അതിൻ്റെ ലെസ് ദാൻ്റെ നേരെയല്ലേ 2/mod z തന്നെ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫോമിൽ എഴുതി. z ഇവിടെ ഡിനോമിനേറ്ററിലാണ്. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ എടുത്ത് എഴുതുമ്പോൾ 1/z-1 into z-2 is equal to -1/1 minus z plus 1/z-2.
ആ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയാൽ നമ്മൾ അതുപോലെ എടുത്ത് എഴുതി. ഇത് നിങ്ങൾ തന്നെ പറ, ഇവിടെ ആകെ ഒരൊറ്റ റീജിയനേ ഉള്ളൂ. ഈ റീജിയനിൽ രണ്ടിടത്ത് നമുക്കപ്പോൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇതേപോലെ രണ്ടെണ്ണം ഇല്ല. അപ്പോൾ ഈ രണ്ടിടത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഡിനോമിനേറ്ററിലാണ് ഇസഡ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ആരെയാണ് പുറത്തെടുക്കേണ്ടത്? രണ്ട് ടേമിൽ നിന്നും ഇസഡിനെ പുറത്തെടുക്കേണ്ടത്. ഇസഡിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ -1 ഇവിടുന്ന് നമുക്ക് -z പുറത്തേക്ക് എടുത്താൽ എങ്ങനെ വരും? -1/z. കാരണം ഇവിടെ 1 ഉണ്ടായിരുന്നത്. -z പുറത്തേക്ക് എടുക്കുമ്പോൾ 1/-z എന്ന് വരും. അതാണ് -1/z + 1 എന്ന് വന്നു. അടുത്ത ഈ ടേമിനകത്തുനിന്നും നമ്മൾ z പുറത്തേക്ക് എടുക്കുമ്പോൾ 1 - 2/z എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസും കൂടെ പ്ലസ് ആവുന്നുണ്ട്. സോ 1/z ഇൻറ്റു 1 - 1/z the whole raised to -1. അടുത്ത ടേം ആണെങ്കിലോ 1/z ഇൻറ്റു 1 - 2/z the whole raised to -1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? 1/z ഇൻറ്റു നമ്മുടെ ഫോമുല അനുസരിച്ച് 1 + 1/z + 1/z the whole square + എക്സെട്ര. അടുത്ത ടേം ആണെങ്കിൽ +1/z ഇൻറ്റു 1 + 2/z + 2/z the whole square + എക്സെട്ര. ആൻസർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഏത് ടേമിലോട്ടാക്കി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതല്ല കാര്യം. അപ്പം ഞാൻ അതിനുള്ള ഹിൻറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. എന്ത് ഇസഡ് എന്ന് പറയുന്ന ആളുടെ നേരെ ലെസ് ദാൻ്റെ പോയിന്റ് നിൽക്കണം. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ആ പോർഷൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന പോർഷൻ, ആ വലിയ പോർഷൻ വന്നതിൻ്റെ നേരെ 1 നിൽക്കണം. ആ തരത്തിൽ തന്നിരിക്കുന്ന റീജിയനെ അറേഞ്ച് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയില്ലേ, അയാളെ ആ ടേമിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുന്നതിന് നമുക്ക് 1 മാർക്കാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. നമ്മുടെ 4th പാർട്ട് എന്തായിരുന്നു ക്വസ്റ്റിനകത്തുള്ള? 0 ലെസ് ദാൻ മോഡ് z - 1 ലെസ് ദാൻ 1 എന്നാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് എഴുതുവാണെങ്കിൽ 0 ലെസ് ദാൻ മോഡ് z - 1 ലെസ് ദാൻ 1. അല്ല, 0 ലെസ് ദാൻ മോഡ് z - 1 എടുത്തിട്ട് കാര്യമുണ്ടോ? റേഡിയസ് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സർക്കിൾ ഇല്ല എന്നല്ല അർത്ഥം. നമുക്ക് ആവശ്യമുള്ളത് മോഡ് z - 1 ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ ലെസ് ദാൻ്റെ നേരെ ഇസഡാണ് നിൽക്കുന്നത്, ഗ്രേറ്റർ ദാൻ്റെ പൊസിഷൻ്റെ നേരെ 1 ആണ് നിൽക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നോക്കിക്കേ, ഇസഡ് അല്ല നിൽക്കുന്നത്, എന്താണ് നിൽക്കുന്നത്? z - 1. അപ്പോൾ നമ്മൾ ടൈലർ സീരീസ് വെച്ച് ആലോചിച്ച് നോക്കണം. ഇസഡ് തനിച്ച് നിൽക്കാൻ പാടില്ല. ഇസഡ് നിൽക്കുന്ന സ്ഥലത്തെല്ലാം എങ്ങനെ വരണം? z - 1 എന്നുള്ള രീതിയിൽ വരണം. ഇത് മറന്നു പോരുത്. ഉണ്ടോ? ഇവിടെ z - 1 എന്നുള്ളത് കാരണം നമ്മുടെ ഫംഗ്ഷൻ എഴുതുമ്പോൾ എല്ലായിടത്തും എന്ത് വരണം? z തനിച്ചാവില്ല. ഇസഡിൻ്റെ സ്ഥാനത്ത് എല്ലാം z - 1 വരും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1/z - 1 ഇൻറ്റു z - 2 വിച്ച് ഈസ് ഈക്വൽ ടു -1/z - 1 + 1/z - 2. ഈ ടേമിന് എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. കാരണം എന്താ? അവിടെ ഇസഡ് തനിച്ചല്ല, z - 1. എനിക്ക് ആവശ്യം z - 1 എന്നുള്ള ഫോമിൽ ഇസഡ് നിൽക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള തരത്തിലാണ് ഇവിടെ നിൽക്കുന്നത് z - 1. സോ ഇത് എപ്പോഴും ഇങ്ങനെ നിന്നാൽ മതി. രണ്ടാമത്തെ ടേം നോക്കിക്കേ, അവിടെ എനിക്ക് z - 1 വേണ്ടത്. ബട്ട് ഇവിടെ എന്താ ഉള്ളത്? -2. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടേമിനകത്ത് ഒരു പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പോയിന്റ് പോലെ ആക്കാനായിട്ടൊരു ടേം മൈനസ് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ -1/z - 1. ഇവിടെ z - 1 ഉള്ളത് കാരണം എനിക്കിവിടെ z - 1 വരാനായിട്ട് എന്ത് ചെയ്യും? ഞാൻ z - 1 + 1 ഓൾറെഡി ഉണ്ടായിരുന്ന -2 ഇട്ടു. ആ z - 1 എനിക്ക് ആവശ്യമുള്ള ആളെ മാത്രം ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായി? -1/z - 1 + 1/z - 1ഉം +1ഉം -2ഉം കൂടെ എന്താവും? -1 എന്നാവും. ഓക്കെ, ഇയാൾ നമ്മൾ തൊടത്തില്ല. കാരണം എനിക്ക് അവിടെ z - 1 മാത്രമേ ഉള്ളൂ. അയാൾ ഇനി ന്യൂമറേറ്റർ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ആവശ്യമുള്ള രീതിയിലാണ് z നിൽക്കുന്നത്. അയാൾ അങ്ങനെ നിന്നോട്ടെ. ബട്ട് ഇവിടെ നോക്കിക്കേ, എനിക്ക് എങ്ങനെ വേണം? ഇത് 1+ അല്ലെങ്കിൽ 1- എന്നുള്ള ഫോമിൽ വേണം. ഇവിടെ z ന്യൂമറേറ്ററിലാണ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരണം. കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -1/z - 1 + 1/ ഇവിടെ -1 ഉള്ള ആ -1നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? -z - 1 + 1 എന്ന് വരും. ഇനി ഇയാളെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. സോ -1/z - 1. ഈ മൈനസ് സൈനാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം 1 എഴുതുവാണ്. ഈ -z - 1 രണ്ടാമത് എഴുതി. ദ ഹോൾ റൈസ് ടു -1. 1 - x റൈസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ അറിയാമല്ലോ. ആ എക്സ്പാൻഷൻ യൂസ് ചെയ്യുമ്പോൾ -1/z - 1 അതുപോലെ തന്നെ എഴുതി. മൈനസ് സൈൻ അവിടെ ഇട്ടു, ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഇതിനെ ഈ ബ്രാക്കറ്റ് ഇട്ടേ ഇയാളെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 + x എന്നുള്ള സ്ഥാനത്ത് ഇവിടെ z - 1 + x² എന്നുള്ളിടത്ത് z - 1 the whole square. അടുത്തെന്താ? +z - 1 the whole cube + എക്സെട്ര. ആൻസറായി.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ടൈപ്പും അതിനകത്ത് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ടൈപ്പും വന്നു. ഇനി നമുക്കിതിന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ഓർക്കേണ്ടത്, നമ്മുടെ റീജിയൻ ആ ഇസഡ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ നേരെ എപ്പോഴും ലെസ് ദാൻ പോയിന്റ് ചെയ്ത് നിൽക്കണം. ഈ ഗ്രേറ്റർ ദാൻ്റെ സിമ്പൽ വരുന്ന ഭാഗത്ത് എപ്പോഴും എന്ത് വരണം, 1 വരണം. ഈ തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ ഇസഡ് തനിച്ചാണെങ്കിൽ നമ്മുടെ എല്ലായിടത്തും ഇസഡ് എന്ന് വന്നാൽ Z/2 എന്നോ 1/Z എന്നോ അങ്ങനെ വന്നാൽ കുഴപ്പമില്ല. ബട്ട് Z-A എന്നുള്ള ഫോമിലുണ്ടെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ആ തന്നേക്കുന്ന ഇസഡ് എവിടെയൊക്കെ ക്വസ്റ്റ്യനിൽ ഇസഡ് ഉണ്ടോ ആ ടേമിൽ എല്ലായിടത്തും Z-A എന്നുള്ള വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലം ആയിരുന്നു ഇത്. കണ്ടോ, ഇവിടെ Z-1 വന്നു. നമ്മൾ എവിടെയെല്ലാം ഇസഡ് ഉണ്ടോ അവിടെ എല്ലാം പിന്നെ Z-1 ഒന്നിച്ചാണ് നിൽക്കുന്നത്. ആ റേഡിയസ് Z-Z0 എന്നുള്ള ഫോമിലാക്കിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിനി കൂടുതൽ പ്രോബ്ലംസ് ഈ പറഞ്ഞതിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ലോറൻസ് സീരീസിൻ്റെ എല്ലാ ടൈപ്പും ഞാൻ ഇവിടെ തീർന്നു. ഇനി നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, പാർഷ്യൽ ഫ്രാക്ഷൻ എപ്പോഴും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിനെക്കാളും കൂടിയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ലോറൻസ് സീരീസിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കവർ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യാം.